അക്വിറ്റീസ്. ഈ കാലഘട്ടത്തിൽ നമ്മോടൊപ്പം ജീവിച്ച് സ്വർഗീയ വിശുദ്ധി സ്വന്തമാക്കിയ ഒരു പുണ്യാത്മാവ്. ദിവ്യകാരുണ്യത്തെ സ്വർഗീയ പാതയാക്കിയ ധന്യജീവിതം. നവയുഗത്തിലെ ഇന്റർനെറ്റിന്റെ സാധ്യതകളെ സുവിശേഷ പ്രഘോഷണത്തിനായി ഉപയോഗപ്പെടുത്തിയ വിശുദ്ധ ജീവിതം. തികഞ്ഞ IT പ്രതിഭ. സ്വന്തമായി വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ ലോകത്തിനു മുൻപിൽ പ്രദർശിപ്പിച്ച യുവാവ്. വെറും 15 വർഷം മാത്രം ഈ ലോകത്ത് ജീവിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞ കാർലോ അക്വിറ്റീസ്. 2020 ഒക്ടോബർ 10 വാഴ്ത്തപ്പെട്ടവനായി തിരുസഭ പ്രഖ്യാപിച്ച ഈ പുണ്യാത്മാവിനെക്കുറിച്ച് ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഷാലോം TV-യിലെ ഹൈവേ ടു ഹെവൻ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഉള്ളത് നമുക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം നമ്മൾ കേൾക്കുന്ന നമ്മുടെ ബ്രദർ എഫ്രേമും ബ്രദർ ജോണുമാണ് ഉള്ളത്. ബ്രദർ ജോൺ കോതമംഗലം രൂപതയ്ക്ക് വേണ്ടി സത്യന സെമിനാരിയിൽ തിയോളജി ഫൈനൽ ഇയറും, ബ്രദർ എഫ്രേം ആദിലാബാദ് രൂപതയ്ക്ക് വേണ്ടി സത്യന സെമിനാരിയിൽ തിയോളജി സെക്കൻഡ് ഇയറും പഠിക്കുന്ന ആളുകളാണ്. കുഞ്ഞുനാൾ മുതൽ വീട്ടിൽ നിന്ന് കിട്ടിയ പരിശീലനങ്ങളുടെ ഭാഗമായി വിശുദ്ധരെക്കുറിച്ചും വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളുകളെക്കുറിച്ചുമുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായാണ്, പഠനത്തിൻ്റെ ഭാഗമായാണ് കാർലോ അക്വിറ്റീസ് എന്ന് പറയുന്ന 15 വർഷം മാത്രം ഈ ലോകത്ത് ജീവിച്ച ഒരു ചുറുചുറുക്കുള്ള മിടുക്കനായ ഒരു ചെറുപ്പക്കാരനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ എത്തിപ്പെടുകയും അവരുടെ കുടുംബവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആധികാരികമായി ഇതിനെക്കുറിച്ച് പഠനം നടത്തുകയും പ്രത്യേകിച്ച് ബ്രദർ എഫ്രേം അതിൻ്റെ ഒരു പുസ്തകം തന്നെ കാർലോ അക്വിറ്റീസിനെ കുറിച്ച് എഴുതി. ആ പുസ്തകത്തിൻ്റെ പേരാണ് നമ്മളോട് ഉപയോഗിക്കുന്ന ഈ പ്രോഗ്രാം ഉപയോഗിക്കുന്ന ഹൈവേ ടു ഹെവൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് പിന്നീട് നമുക്കെല്ലാവർക്കും വായിക്കാൻ ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. കാർലോ അക്വിറ്റീസിൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ടും കാർലോ അക്വിറ്റീസിൻ്റെ സഭയുമായിട്ടുള്ള ബന്ധം, സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, സഭയോട് പുലർത്തേണ്ട ചില രീതികളെക്കുറിച്ചൊക്കെ, കാർലോ അക്വിറ്റീസ് എങ്ങനെ സഭയെ പടുത്തുയർത്തുന്നതിനെക്കുറിച്ചുമൊക്കെ, സഭയിൽ എങ്ങനെയായിരിക്കണം ഒരു വിശ്വാസി എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ജീവിത ബോധ്യങ്ങൾ ഉണ്ടായിരുന്ന ആളാണ് കാർലോ. അത് അനേകർക്ക് സാക്ഷ്യമായി ഉയർത്തിക്കാണിച്ചിട്ടാണ് കാർലോ ഈ ലോകത്തുനിന്നും മടങ്ങി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയിട്ടുള്ളത്. നമുക്ക് കേൾക്കാം കാർലോയുടെ ഈ സഭയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട്. കാർലോ അക്വിറ്റീസിൻ്റെ ജീവിതത്തിൽ നാം നോക്കുവാണെങ്കിൽ കാർലോ സഭയെ പണിതുയർത്താൻ ദാഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. സഭയെ എങ്ങനെ തന്നിലാകുന്ന തൻ്റെ കഴിവുകൾ കൊണ്ട്, തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, തൻ്റെ സംസാരങ്ങൾ കൊണ്ട് സഭയെ എങ്ങനെ വളർത്താമെന്ന് ചിന്തിച്ച് നടന്ന ഒരു വ്യക്തിയാണ് കാർലോ. പ്രത്യേകമായിട്ടും കാർലോ തൻ്റെ ജീവിതത്തിൽ സഭയ്ക്ക് വേണ്ടി ഒത്തിരിയധികം സമയം മാറ്റിവെച്ചിട്ടുണ്ട്. തനിക്ക് കിട്ടുന്ന മുട്ടായൊക്കെ മേടിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് കിട്ടുന്ന കുറച്ച് പൈസയൊക്കെ ഉണ്ട്. ആ പൈസയൊക്കെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി കാർലോ മാറ്റിവെച്ചിട്ടുണ്ട്. ഒത്തിരിയധികം അമ്മയും പപ്പയൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ ഇവന് മുട്ടായി മേടിക്കാനൊക്കെ പൈസ കൊടുക്കാറുണ്ട്. പക്ഷേ ഇവന് ഇതൊക്കെ പലപ്പോഴും മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കും. അത് മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ കാർലോയുടെ ജീവിതത്തിലെ കാർലോയെ ഒത്തിരിയധികം ആകർഷിച്ച ഈ മിഷൻ പ്രവർത്തനത്തിലേക്കും സഭയോടും ഒത്തിരിയധികം സ്നേഹം ജനിക്കാൻ കാരണമായത് ഫാദർ ഡാമിയൽ, കപ്പൂച്ചിൻ വൈദികനായ ഫാദർ ഡാമിയലച്ചൻ തുടങ്ങിയ ഒരു സംഘടനയുണ്ട്. ചാരിറ്റബിൾ ട്രസ്റ്റ് പോലെ തുടങ്ങിയ ഒരു സംഘടന മിലാനിലുണ്ടായിരുന്നു. അവിടെ ദിവസേന 2500 പേർക്ക് വസ്ത്രവും ഭക്ഷണവും കൊടുക്കാറുണ്ടായിരുന്നു. കാർലോ ഒരിക്കൽ അവിടെ പോകാനിടയായി. ഡാമിയലച്ചൻ്റെ ഈ പ്രവർത്തന ശൈലിയും ഈ പ്രവർത്തന രീതിയൊക്കെ കണ്ട് കാർലോയ്ക്ക് വളരെയധികം ഇതിനോട് ആകർഷക തോന്നി. എനിക്ക് ഇതുപോലെ തന്നെ ക്രിസ്തുവിന് വേണ്ടി മറ്റുള്ളവരെ സഹായിക്കണം, ക്രിസ്തുവിൻ്റെ രാജ്യം, ദൈവരാജ്യം പണിതുയർത്തണം എന്ന് കാർലോ ശാഠ്യം പിടിച്ചു. വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു, എനിക്ക് കുറച്ച് പൈസ വേണം, നമുക്ക് ഒരു മാസത്തെ കുറച്ച് പൈസ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി ഡാമിയലച്ചൻ, കപ്പൂച്ചിനച്ഛനായ ഡാമിയലച്ചൻ തുടങ്ങിയിരിക്കുന്ന ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി കൊടുക്കാമെന്ന് പറയുന്നു. കാർലോയുടെ പപ്പയും അമ്മയും വളരെയധികം സന്തോഷത്തോടെ മോൻ്റെ നല്ലൊരു കാര്യമാണല്ലോ, നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ മോൻ ഇതൊക്കെ പറയുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഈ പൈസ മാറ്റി വയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ കാർലോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, കാർലോ സ്വന്തം മനസ്സാൽ തന്നെ മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ മിലാനിൽ. കാർലോ കുറേ നാൾ അവിടെ പോയി അവരെ സഹായിക്കാനൊക്കെ പോയി നിന്നിട്ടുണ്ട്.
അവിടെ ആൾക്കാരെയൊക്കെ ശുശ്രൂഷിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളിൽ വളരെയധികം പങ്കാളികളാകുവാനും കാർലോയ്ക്ക് കഴിഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, മദർ തെരേസ നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ഈ രാജ്യത്ത് തന്നെ നമ്മൾ തന്നെ പലപ്പോഴും അവിടെയൊക്കെ പോയി കണ്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. വളരെയധികം ബുദ്ധിമുട്ട് നടക്കുന്ന ആൾക്കാരെ, കുഷ്ഠരോഗികൾ പോലെയുള്ള വീടോ പാർപ്പിടവോ വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാത്ത ആൾക്കാരെ തേടി നടന്ന് അവരെ സഹായിക്കുന്ന ഒരു പ്രവർത്തന രീതിയാണ് മദർ തെരേസയുടെ. ഈ ഒരു പ്രവർത്തന രീതിയിൽ കാർലോ വളരെയധികം ആകർഷകനാകുവാണ്. ഇങ്ങനെ മദറിനെ പോലെ, മദർ തെരേസയെ പോലെ, അവരുടെ സഭാംഗങ്ങളെ പോലെ സഭയെ പണിതുയർത്താൻ നമുക്ക് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഒരു പരിധിവരെ നമ്മൾ കുറച്ചുകൂടെ അടുത്തൊരു എപ്പിസോഡിൽ കുറച്ചുകൂടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മളൊന്നുകൂടെ പറയേണ്ടി വരുമായിരിക്കും. ഇവിടെ ആദ്യമേ പറഞ്ഞ കാര്യത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. കാരണം വളരെ, അതായത് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന പോക്കറ്റ് മണി, അല്ലെങ്കിൽ വീട്ടിൽ മിഠായി മേടിക്കാൻ എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന പോക്കറ്റ് മണി കാർലോ മാറ്റിവെച്ച് അത് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെ കൊടുത്തു എന്ന് പറയുന്നത് സഭയെക്കുറിച്ചും പ്രേക്ഷിത പ്രവർത്തികളെക്കുറിച്ചും എന്തുമാത്രം ഗൗരവത്തോടെ കാർലോ കണ്ടിരുന്നു എന്നുള്ള, നമ്മുടെയൊക്കെ പള്ളികളിലെ പാരമ്പര്യങ്ങളിലും നമ്മുടെ പഴയ രീതികളിലൊക്കെ ഉണ്ട് പല കാര്യങ്ങളും. അങ്ങനെ പൈസ മാറ്റിവെച്ച് മിഷണറി പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്നതും, നമ്മുടെ വീടുകളിൽ പോലും ഈ പറയുന്ന ചെറിയ അമ്മ വീട്ടിൽ കഞ്ഞി വെക്കാനെടുക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു പിടി അരി മാറ്റി വെച്ചിട്ട് അതൊക്കെ ഇത്തരത്തിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു രീതിയൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, നമുക്കറിയാം. ഇവിടെ നമുക്ക് വളരെ വ്യക്തതയോടെ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ നമ്മളാൽ തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് കാർലോ ഈ ചെറിയ ത്യാഗപ്രവൃത്തികളിലൂടെ ഉണ്ടാക്കുന്ന ഇതിൽ നിന്ന് കിട്ടുന്നത്. മറ്റു ചില മേഖലകൾ കൂടി കാർലോയുടെ ജീവിതത്തിൽ വളരെ ഒരു പ്രത്യേകത നിറഞ്ഞൊരു കാര്യമാണ് അഭിനന്ദ പിതാക്കന്മാരോടും മാർപ്പാപ്പന്മാരോടും, അതായത് മെത്രാന്മാരോടുമുള്ള ഒരു വിധേയത്വം. കാർലോയുടെ കുടുംബം ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കുടുംബമായിരുന്നു. വളരെ സ്വാധീനം ഉള്ള ഒരു കുടുംബമായിരുന്നു. മെത്രാന്മാരോടും വൈദികരോടും ഈവൻ വത്തിക്കാനിലെ കർദിനാൾമാരോട് വരെ നല്ല അടുപ്പം പുലർത്തിയിരുന്നൊരു കുടുംബമായിരുന്നു. അപ്പോൾ ആയതിനാൽ പലതവണയും അവർ ദേവാലയങ്ങളിൽ വരുമ്പോൾ കാർലോയുടെ വീടുകളിലൊക്കെ കയറി അവരെ സൗഹൃദ സംഭാഷണം നടത്തി പോകാറുണ്ട്. അപ്പോൾ ഒരിക്കൽ ഈ കാർലോയുടെ വീട്ടിൽ കാർലോ ഇവരെ കാണുമ്പോൾ വളരെയധികം വിധേയത്വത്തോടും സ്നേഹത്തോടും കൂടിയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. ഇന്ന് അപ്പോൾ കാർലോ പലപ്പോഴും പറയുന്ന ഒരു കാര്യം ഞാൻ കാർലോയുടെ അമ്മയിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ്. ആ സമയങ്ങളിൽ അന്ന് മാർപ്പാപ്പേനെ അന്ത്യക്രിസ്തു എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ മാർപ്പാപ്പയെ പോലും അങ്ങനെ പറഞ്ഞപ്പോൾ കാർലോ അന്ന് വിഷമത്തോടെ പറഞ്ഞിരുന്നു, വിധേയത്വം കാണിക്കണം. നമ്മൾ ആരെങ്കിലും നമ്മുടെ അധികാരികളെ കരിവാരി തേക്കുമ്പോൾ ഈശോയുടെ ശരീരത്തെയാണ് കരിവാരി തേക്കുന്നതെന്ന് കാർലോ പറയുമായിരുന്നു. അതായത് നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന നമ്മുടെ ശരീരത്തിലേക്ക് ആയിത്തീരുമ്പോൾ, അലിഞ്ഞു ചേരുമ്പോൾ നമ്മൾ ഈശോയുടെ ശരീരത്തിൽ അംഗങ്ങളാവുകയാണ്. തിരുസഭയിലെ മക്കളെല്ലാം ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഈശോയുടെ ശരീരത്തിൽ അംഗങ്ങളായിരിക്കുമ്പോൾ ആ ശരീരത്തെയാണ് കരിവാരി തേക്കുന്നത്. മാർപ്പാപ്പയോ മെത്രാന്മാരെയോ വൈദികരെയോ നമ്മൾ കുറ്റം പറയുമ്പോൾ, അവരെ തെറ്റുകളെടുത്ത് കാണിക്കുമ്പോൾ അത് തിരുസഭയെ നമ്മൾ കരിവാരി തേക്കുന്നു എന്ന് കാർലോ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ഈ അഭിപ്രായം വരുമ്പോൾ കാർലോയുടെ അമ്മ പറയുന്നൊരു കാര്യമാണ്, മകന് തിരുസഭ അധികാരികൾ അവർ പറയുന്ന അക്ഷരം പ്രതി പാലിക്കാൻ സന്മനസ് കാണിക്കുന്നുണ്ടായിരുന്നു. ചാക്രിയ ലേഖനങ്ങളിലൂടെയും ഇടയ ലേഖനങ്ങളിലൂടെയും മാർപ്പാപ്പയും മെത്രാനും പറയുന്ന പലതും അവൻ അതേപടി പാലിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പലർക്കും വൈമനസ്യമായിരിക്കും ഇതൊക്കെ പലത്, നമ്മുടെ പൊതുസമൂഹത്തിന് വൈമനസ്യമായിരിക്കും അവർക്ക് പറയുന്നതൊക്കെ കേൾക്കാനൊക്കെ. പക്ഷേ കാർലോ പറയുന്ന ഇതാണ്, നമ്മുടെ ഈ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ മാർപ്പാപ്പമാരും മെത്രാന്മാരും അവരുടെ ഇടയധർമ്മം പൂർത്തീകരിക്കാൻ വേണ്ടി ഓരോ കത്തുകൾ നമുക്ക് അയക്കുന്നുണ്ട്. അത് വ്യക്തിപരമായി നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി അഡ്രസ്സ് ചെയ്തിട്ടുള്ള കത്തുകളാണ്. അല്ലാതെ ഒരു കമ്മ്യൂണിറ്റിയെ അഡ്രസ്സ് ചെയ്യുന്നതിലുപരി അത് വ്യക്തിപരമായി നാം സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരോട് വിധേയത്വം കാണും. അപ്പോൾ കാർലോയുടെ ജീവിതത്തിൽ വേറൊരു കാര്യം പറയുന്നതാണ്, ഒരിക്കൽ ഒരു വൈദികൻ പറഞ്ഞു കാർലോയുടെ അച്ഛൻ പറഞ്ഞതാണ്, നീ കറക്റ്റ് സമയത്ത് ഇടവകെ വരണം, നമുക്കൊരു പരിപാടിയുണ്ട്. അപ്പോൾ കാർലോ ആദ്യം തന്നെ ആ ദേവാലയത്തിൽ വരാൻ വേണ്ടി പരിശ്രമിച്ചു. എല്ലാവരെക്കാളും മുമ്പേ പരിപാടികൾക്ക് യുവജനങ്ങളിൽ ആരെന്ത് പരിപാടി വെച്ചാലും കാർലോയുടെ പേരായിരുന്നു ആദ്യം ഇടവകയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കാർലോ അന്ന് പിതാവ് അവിടുത്തെ അസീസിയിലെ മെത്രാൻ അവിടെ സന്ദർശിക്കുന്നുണ്ടായിരുന്നു. പിതാവ് സന്ദർശിക്കുന്ന ആ വേളയിൽ പോലും കാർലോ വളരെ വിധേയത്വത്തോടുകൂടി പിതാവിനെ സ്വീകരിക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്നു. യുവജനങ്ങളുടെ കൂടെ തന്നെ മുൻപന്തിയിൽ നിന്നു പിതാവിനെ സ്വീകരിച്ചു എന്നൊരു കഥ പറയുന്നുണ്ട്. കാർലോയുടെ ജീവിതം നമുക്ക് വ്യക്തിപരമായ ഒരു രീതിയിൽ മനസ്സിലാക്കേണ്ടത്, ഇന്ന് പല സമൂഹങ്ങളും നമ്മുടെ വൈദികരെയും മെത്രാന്മാരെയൊക്കെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അവർ ചെളിവാരി തേക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും അവരുടെ കൂടെ കൂടരുത്. നമ്മൾ നേരെ മറിച്ച്
നമ്മൾ നിശബ്ദരായി നിന്ന് കാർലോ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ അവരെ പ്രതിരോധിക്കാൻ പോകുമ്പോഴാണ് പ്രശ്നം. കാർലോയുടെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു കാര്യമാണ്, നമ്മൾ അവരെ പ്രതിരോധിക്കാൻ പോകുമ്പോഴാണ് പ്രശ്നം. നമ്മൾ ഈശോ അവസാന നിമിഷം പോലും നിശബ്ദനായിരുന്നു. ഈശോയെ കണ്ടുകൊണ്ട് വളരാനാണ് കാർലോ പറയുന്നത്. അതായത് അവരെയൊക്കെ കുറ്റം പറയുമ്പോൾ നമ്മൾ സൈഡ് വഴിയെ ശരി എന്തെന്ന് പഠിപ്പിച്ചു വിടണം. പക്ഷേ നമ്മൾ അവരെ എതിർക്കാൻ നേരെ പോകരുത്. അത് നമ്മുടെ ക്രൈസ്തവ മൂല്യങ്ങൾക്കെതിരാണെന്നുള്ളൊരു അഭിപ്രായം കാർലോ പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. നമ്മൾ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കുകയായിരുന്നു കാർലോ അക്വിറ്റസിന് അധികാരികളോട്, സഭാധികാരികളോട് വളരെ വിധേയത്വം പുലർത്തിയിരുന്ന ഒരാളാണ്. അതുപോലെ തീർച്ചയായിട്ടും വളരെ പലപ്പോഴും ഇന്ന് മുമ്പ് ബ്രദർ എഫ്രേം സൂചിപ്പിച്ചതുപോലെ പല വിധത്തിൽ ബോധപൂർവമായിട്ടും അല്ലാതെയും ഒക്കെ വൈദികർക്കും സിസ്റ്റേഴ്സിനും സന്യസ്തർക്കും ഒക്കെ എതിരെ ചെളിവാരി എറിയുന്ന ധാരാളം അവസ്ഥകളുണ്ട്. അവിടെ നമ്മൾ പലപ്പോഴും അവരോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന രീതികളുമുണ്ട്. ഇവിടെ വ്യക്തിപരമായ ഒരു കാർലോയുടെ കാഴ്ചപ്പാട് വളരെ വ്യക്തതയാണ്. നമ്മൾ അത് വളരെ വിധേയത്വത്തോടു കൂടി കാണണം എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് അധികാരികളോടോ സന്യസ്തരോടോ വൈദികരോടോ സിസ്റ്റേഴ്സിനോടോ ഒക്കെ ചില കാര്യങ്ങൾ പറയാനും ചൂണ്ടിക്കാണിക്കാനും ഒക്കെ ഉണ്ടാകാം. അതൊരു പ്രവാചക ശബ്ദം പോലെ വരാം. പക്ഷെ അത് ചെയ്യുന്നത് വളരെ ക്രിസ്തീയമായ രീതിയിൽ തന്നെ ആവണം. അത് വ്യക്തിപരമായി പോയി സംസാരിക്കാനുള്ള വഴികളുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതികളുണ്ട്. മറിച്ച് നശിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടെ ടാർഗറ്റ് ചെയ്യുന്ന സാധനങ്ങൾ വളരെ കൂടുന്നു. ചിലരെങ്കിലും അറിയാതെ അത്തരം സംസാരങ്ങൾ, അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഇരുന്ന് നമ്മുടെ മക്കളുടെയൊക്കെ മുമ്പിലിരുന്ന് ഇത്തരം ദുരാരോപണങ്ങൾ നടത്തുമ്പോഴും അല്ലെങ്കിൽ ഉള്ള വിഷയങ്ങൾ പോലും നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ സൂക്ഷിക്കണം. കാരണം കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പതിയുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായ ഒരു കാര്യമാണ് അത്തരത്തിലൊരു വിധേയത്വം എന്ന് പറയുന്നത്. ഞാനിവിടെ ഇടയ്ക്കൊന്ന് സംസാരിച്ച് ബ്രദർ എഫ്രേം വന്നിട്ട് തൊടാതെ പോയ ഒരു കാര്യമാണ് ഇടവക എന്ന് പറയുന്നത്. കാരണം വളരെ പ്രധാനമായിട്ടും കാർലോ സഭയുടെ ഈ മുഴുവൻ സംവിധാനങ്ങളിലും ഇടവകയ്ക്ക് വളരെ പ്രാധാന്യം നൽകിയിരുന്ന ഒരാളാണ് കാർലോ എന്ന് നമ്മൾ ചില ഇടയ്ക്കുള്ള പരാമർശങ്ങളിലൊക്കെ വന്നിരുന്നു. അതിനെക്കുറിച്ച് കൂടി ഒരു വ്യക്തത തരാൻ പറ്റുമോ ബ്രദറിന്? കാർലോയുടെ ജീവിതത്തിൽ കാർലോ സഭയെ കണ്ടിരുന്നത് മാർപ്പപ്പയോ മെത്രാന്മാരോ മാത്രമായിട്ടല്ല, സഭയിലുള്ള എല്ലാവരും ചേർന്നാണ് സഭ. സഭ എന്ന് പറയുന്നത് ഒരു വലിയൊരു കൂട്ടായ്മയാണ്. ഇത് നന്നായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കാർലോയുടെ ജീവിതം മുന്നോട്ട് പോകുന്നതും ഇടവകയിലെ ഓരോ പ്രവർത്തനങ്ങളും കാർലോ ചെയ്യുന്നതും. കാരണം ഇടവകയിലെ വികാരിയച്ഛനോട് ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന ഭക്ത ഗ്രൂപ്പുകളിലെല്ലാം സംഘടനകളിലെല്ലാം കാർലോയുടെ സാന്നിധ്യം വളരെയധികം ആൾക്കാരെ എല്ലാം പ്രചോദിപ്പിച്ചിരുന്നു. കാരണം കാർലോ ആകണം എല്ലാവർക്കും മാതൃക എന്ന രീതിയിലാണ് അവിടെയുള്ള അച്ഛന്മാരും അവിടെയുള്ള വികാരി അച്ഛന്മാരൊക്കെ ഇപ്പോഴും കാർലോയെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം പലപ്പോഴും പല മതസംഘടനകളൊക്കെ അവിടെ ഇടവകയിലൊക്കെ നടക്കുമ്പോഴൊക്കെ കാർലോ വരുവാണെങ്കിൽ ഇത് ഇച്ചിരൂടെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും എന്ന് അവിടെയുള്ള ഇടവക്കാർ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കാരണം കാർലോയ്ക്ക് അങ്ങനെ ഒരു നല്ലൊരു സ്കില്ലുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യാൻ. അത് തന്മയത്വത്തോടെ എല്ലാവരും കോടീകരിച്ചുകൊണ്ട് ആൾക്കാരെ അതിലേക്ക് ആകർഷിക്കാൻ, ക്രിസ്തുവിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ഒരു തന്മയത്വം കാർലോയ്ക്ക് ഉണ്ടായിരുന്നു. അതുതന്നെയാണ് കാർലോയുടെ ജീവിതത്തിലെ വിജയവും കാർലോയുടെ ഇടവകയിലെ വിജയവും. അത് ഒരു ഇടവക എന്നതിലുപരി ആഗോള സഭയുടെ വിജയമായി തന്നെ മാറിയത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇന്നത്തെ ഈ യുഗത്തിൽ നമ്മുടെ ഇടവകയിൽ ജീസസ് യൂത്ത്, മിഷൻ ലീഗ്, KCY അങ്ങനെ പല പ്രസ്ഥാനങ്ങളുണ്ട്. ഈ പ്രസ്ഥാനങ്ങളിലെല്ലാം നമ്മൾ സജീവമായിട്ട് പങ്കെടുക്കണം. ഈ കാർലോനെ പോലെ തന്നെ. കാർലോ അതിന് നല്ലൊരു ഉദാഹരണമാണ്, മാതൃകയാണ്. കാർലോയുടെ ജീവിതത്തെ പോലെ നമുക്കും പറയാൻ സാധിക്കണം, ഈ ഇവനുണ്ടായിരുന്നെങ്കിൽ, ഈ സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഈ കാര്യങ്ങൾ സംഘടിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. സാറിൻ്റെ ജീവിതത്തിൽ സാറിന് നല്ലൊരു അനുഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സാർ ഇങ്ങനെ ഒരു സംഘടനയിലൂടെ വളരെയധികം സഭയ്ക്ക് വേണ്ടി സഭയെ പണിതുയർത്തിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ക്രിയാത്മകമായി ഒരു അനുഭവത്തിൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് സാറിന് പറയാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാർലോയുടെ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ കാർലോയെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നത് ഇടവകയുടെ നവീകരണത്തിനും അതോടൊപ്പം തന്നെ ആഗോള സഭയുടെ പണിതുയർത്തിനും കാർലോ വരിച്ച ഒരു നേട്ടം. അതാണ് കാർലോയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു മഹിമയെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഒരു ഇടവകയുടെ അല്ലെങ്കിൽ സഭയുടെ തന്നെ സംവിധാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്ന വിവിധ പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒക്കെ. ഒരുപക്ഷെ കാർലോയെക്കുറിച്ച് ഇപ്പോൾ ബ്രദർ ജോൺ പറയുന്ന ഷെയറിങ്ങിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തതയോടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവുന്നൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ ഇടവകയിൽ ഒരു തിരുവാല സഖ്യം മുതൽ ഹോളി ചൈൽഡ്ഹുഡ് അല്ലേ, തിരുവാല സഖ്യം മുതൽ മുമ്പോട്ട് ഇങ്ങനെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളിലും, യുവജന പ്രസ്ഥാനങ്ങളും അതിനുശേഷം ഇന്ന് നമുക്ക് വ്യത്യസ്തങ്ങളായ ഈവൻ മാതാപിതാക്കൾക്കൊക്കെ പറ്റുന്ന പ്രസ്ഥാനങ്ങൾ നമ്മുടെ സഭയിൽ നിന്ന് വളരെ കൃത്യമായിട്ടുണ്ട്. അതിനോടെല്ലാം ചേർന്ന് ഒരു ഇടവകയിൽ സജീവമായി പ്രവർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം
എന്നുള്ളതാണ് ഈ ഇത്രയും ഒരു ചെറിയ പ്രായത്തിൽ 15 വയസ്സ് വരെയുള്ള ജീവിതത്തിനിടയിൽ ആ ഇടവകയിലെ പ്രസ്ഥാനങ്ങളോടും സംവിധാനങ്ങളോടും ചേർന്നുള്ള കാർലോയുടെ പ്രവർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. മറ്റെന്തെങ്കിലും കൂടി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്ത് നമുക്ക് എപ്പിസോഡ് അവസാനിപ്പിക്കും. തീർച്ചയായിട്ടും ഒരു കാര്യം കൂടെ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, കാർലോ ഒരു കാറ്റക്കിസ്റ്റ് എന്നൊരു ടൈറ്റിൽ കാർലോയെ പറ്റി പറയാറുണ്ട്. ഈ കാറ്റക്കിസ്റ്റ് എന്ന് പറയുമ്പം നമ്മളെ മതബോധന അധ്യാപകൻ എന്നൊരു മീനിങ് ആണല്ലോ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് കാറ്റക്കിസ്റ്റ്? പല മാധ്യമങ്ങളിലും പലയിടത്തും കാർലോയെ ക്രിസ്ത്യൻ കാറ്റക്കിസ്റ്റ് എന്ന് പറഞ്ഞ് ടൈറ്റിൽ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊന്ന് ശ്രദ്ധ തിരിക്കുകയാണ്. കാർലോ ഇടവകയോടൊപ്പം തന്നെ സ്വന്തം കൂട്ടുകാരെ മാത്രമല്ല അയൽവക്കമുള്ള എല്ലാവരെയും ഇരുത്തി വിശുദ്ധരെ പറ്റിയും മാതാവിനെ പറ്റിയും ദിവ്യകാരുണ്യ അത്ഭുതത്തെപ്പറ്റിയും പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പം കാർലോയുടെ ഒരു പ്രത്യേകത തന്നെയാണത്. കാർലോ ഗാർഹിക സഭയായ കുടുംബത്തിൽ നിന്ന് പോയി വേറെയുള്ള ഗാർഹിക സഭകളെയെല്ലാം ഒന്നിപ്പിച്ച് അവരെ ഒരു സമൂഹം പോലെ ഒരു പ്രത്യേക ഒരു ടീം, അതായത് അക്രൈസ്തവരുണ്ട്, ക്രൈസ്തവരുണ്ട്, അവരെല്ലാവരും ക്രോഡീകരിച്ച് മാതാവിനെ പറ്റിയും വിശുദ്ധരെ പറ്റിയും പരിശുദ്ധ കുർബാനയെ പറ്റിയും പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കാറ്റക്കിസ്റ്റ് ശരിക്കും പറഞ്ഞ ഒരു മതബോധന അധ്യാപകനെ പോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കാർലോ ഈ ചെറുപ്രായത്തിൽ തന്നെ ആകാൻ സാധിച്ചു എന്നുള്ള ഒരു കാര്യം നമുക്ക്, അതായത് സഭയെ പടുത്തുയർത്തുകയാണ് അവിടെ ചെയ്യുന്നത്. ഈ നാളെ ഇവർ വെളിയിലേക്ക് ഇറങ്ങുമ്പം ഒരു അക്രൈസ്തവനാകാം, അവനും ഒരു ബോധ്യമുണ്ട് ക്രൈസ്തവൻ എന്താണ്, ക്രൈസ്തവന് ആരാധിക്കുന്ന പ്രത്യേക ദൈവത്തിൻ്റെ പ്രാധാന്യം എന്താണ്, അങ്ങനെയുള്ള എല്ലാ കാര്യവും കാർലോ അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ രാജേഷ് മോഹൻ്റെ കാര്യമൊക്കെ പറയാൻ ഇടയായിട്ടുണ്ട്. അതുപോലെ 100ഓളം കുട്ടികൾ കാർലോയുടെ ഈ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് അവർക്ക് വളരെയധികം ഇൻസ്പിറേഷനായിട്ട് അവർ ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട്, പക്ഷേ അവരുടെ മാതാപിതാക്കളൊന്നും സമ്മതിക്കാത്തതുകൊണ്ടാണ് അവരൊന്നും ക്രിസ്ത്യാനി ആകാതിരുന്നത്. പക്ഷേ അവരെല്ലാം അവരോടൊക്കെ സംസാരത്തിലൂടെ ഇടയിലൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ അങ്ങനെ രണ്ടുപേരോട് സംസാരിക്കാൻ ഇടയായി. അങ്ങനെ കാർലോയുടെ ഇങ്ങനെ പ്രസംഗം കേട്ട് കാർലോ ഇങ്ങനെ അവധി സമയങ്ങളിൽ കൂട്ടുകാരെ വിളിക്കും, അക്രൈസ്തവരായിട്ടുള്ളവരും വിളിച്ചിട്ട് വരും, നീ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറയും. കാർലോ ഇപ്രകാരം ചെയ്തപ്പോൾ കാർലോയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സന്ദർഭം ഇതാണ്: ഈശോയുടെ മലയിലെ ഗിരിപ്രഭാഷണത്തിൽ ഈശോയുടെ സ്ഥാനത്ത് കാർലോയും കേൾവിക്കാരായിട്ടുള്ളവർ ഈ സുഹൃത്തുക്കളുമായിരുന്നു. അപ്പം മീഡിയ മിഷനിലും ഉപരി കാർലോ ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്തിരുന്നു എന്നുള്ള കാര്യം വളരെ പ്രശംസായോഗ്യമായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം ഇത് ഇവിടെ കാർലോ സ്വന്തം വീട്ടിൽ മാത്രമല്ല, ഇടവകയിൽ മാത്രമല്ല, അയൽവക്കത്തും ഒക്കെ ഒരു സുവിശേഷ സാന്നിധ്യമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ഉദാഹരണമാണ്. നമ്മൾ ഈ എപ്പിസോഡ് മുഴുവൻ കേട്ടത് കാർലോ ആദ്യമായി ചെറിയ പണം മാറ്റിവെച്ച് പ്രേക്ഷിത പ്രവർത്തികളെ സഹായിക്കുന്നത് മുതൽ അധികാരികളുള്ള വിധേയത്വം വരെ ഇടവകയെ വളരെ ഗൗരവത്തോടെ കണ്ടിരുന്നു എന്നുള്ളതും ഇടവകയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്നുള്ളതും ഇടവകയിലെ എല്ലാ സംവിധാനങ്ങളോടും ചേർന്ന് സജീവമായി പ്രവർത്തിക്കാൻ ഈ ചെറുപ്രായത്തിൽ തന്നെ ശ്രമിച്ചിരുന്നു എന്നുള്ളതൊക്കെ വളരെ വളരെ ഇന്ന് നമ്മളുടെ മുമ്പിൽ ധാരാളം സൂചനകൾ നൽകുന്ന, ധാരാളം പ്രചോദനങ്ങൾ നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കണം. തീർച്ചയായിട്ടും മറ്റ് എപ്പിസോഡുകളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാം. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കാർലോയുടെ ജീവിത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തങ്ങളുടെ ജീവിതങ്ങളിൽ ലഭിച്ച പ്രചോദനങ്ങളെയും ബോധ്യങ്ങളെയും കുറിച്ച് പങ്കുവയ്ക്കുന്ന ചില ഷെയറിങ്സ് നമുക്ക് ഈ സമയം കേൾക്കാം. കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം. ഞാൻ ജോൺസൺ ആൻ്റണി, തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനവാദ ഇടവകാംഗമാണ്. കഴിഞ്ഞ വർഷം ഏകദേശം ഒരു ഒക്ടോബർ മാസമാണ് ഈ കാർലോ അക്വിറ്റസിനെ പറ്റി ആദ്യമായി ഞാൻ കേൾക്കുന്നത് തന്നെ. അന്ന് കേട്ടതും കുറേ KCYM സുഹൃത്തുക്കൾ വാട്സപ്പിൽ കുറേ സ്റ്റാറ്റസ് ഇട്ടു, ജീൻസ് ധരിക്കുന്ന, ടീഷർട്ട് ധരിക്കുന്ന, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന, 21ാം നൂറ്റാണ്ടിൻ്റെ സകല സാധ്യതകളെയും പ്രയോജനപ്പെടുത്തുന്ന, സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന ഒരു വിശുദ്ധരെ നമുക്ക് ആവശ്യമുണ്ട് എന്ന പരിശുദ്ധ മാർപ്പാപ്പയുടെ വാചകത്തോട് ചേർത്ത് കാർലോ അക്വിറ്റസിൻ്റെ ചിത്രം കൂടെ വന്ന ഒരു സ്റ്റാറ്റസ് ആയിരുന്നു അന്ന് ഞാൻ കണ്ടത്. അന്ന് തോന്നിയ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തെപ്പറ്റി കൂടുതൽ അറിയാനും വായിക്കാനും ശ്രമിച്ചപ്പോൾ എന്നെ സ്വാധീനിച്ചത് പ്രധാനമായിട്ടും ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനമായിട്ടും 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഏകദേശം 15 വർഷത്തോളം മാത്രം ജീവിച്ച അദ്ദേഹത്തെ എങ്ങനെയാണ് ഈ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് എന്നാലോചിച്ചപ്പോൾ ഒരുപാട് സഹനങ്ങളൊന്നും, അല്ലെങ്കിൽ അദ്ദേഹം സഹിച്ച സഹനങ്ങളായിരുന്നില്ല ആ വിശുദ്ധിയിലേക്ക്, ആ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രയോജനമായത്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പോലും പ്രവർത്തിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹം ചെയ്തത് ഒറ്റ കാര്യമായിരുന്നു: ഞാൻ ജീവിക്കുന്ന ഒരു ചുറ്റുപാടുകളിൽ എൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് യേശുവിനെ പകർന്നു കൊടുക്കുവാനും പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ അനേകപരം ആളുകളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. അതിൽ എനിക്ക് മനസ്സിലായ കാര്യം, അന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം വായിച്ചപ്പോഴും അദ്ദേഹം അടുത്ത് വരുമ്പോൾ കൂടെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഒരു ഉന്മേഷവും സന്തോഷവും എന്തെങ്കിലും പുതിയതായ യേശു ക്രിസ്തുവിനെ പറ്റി അറിയാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയും അവർക്കുണ്ടായിരുന്നു. ആ ഒരു ചിന്ത ഞാൻ ഓർത്തപ്പോൾ, ഞാൻ അടുത്ത് വരുമ്പോൾ ആർക്കെങ്കിലും ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് മനസ്സിലാവാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായിയാണെന്ന് അവർക്ക് എൻ്റെ പ്രവൃത്തികളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം തോന്നിയിരുന്നു. എൻ്റെ പേര് ലിയോ കുര്യാക്കോസ്.
ഞാൻ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ വർക്ക് ചെയ്യുന്നു. നമ്മൾ ഒക്കെ ബൈബിളിൽ ഒരു ഉപമ വായിച്ചിട്ടുണ്ട്, താലന്തുകളുടെ ഉപമ. അതിൽ ഒരു താലന്ത് കിട്ടിയ ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ജീവിതമായിട്ട് എനിക്ക് ഏറ്റവും ബന്ധപ്പെടുത്താൻ പറ്റുന്നത് ഒരു താലന്ത് കിട്ടിയ വ്യക്തിയാണ്. കാരണം ഞാൻ ജോലി ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റിൻ്റെ മേഖലയിലാണ്. അപ്പോൾ ഞാൻ വേറെ മറ്റുള്ളവരെക്കുറിച്ചൊക്കെ നോക്കുമ്പോൾ അവർക്ക് പാട്ട് പാടാനും പ്രസംഗം പറയാനും അങ്ങനെയൊക്കെ പലവിധ കഴിവുകളുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കും, ഈശോയെ എനിക്ക് അങ്ങനെയൊന്നും കഴിവുകളില്ലല്ലോ, അപ്പോൾ ഈശോയെ എങ്ങനെ മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ കാർലോയെക്കുറിച്ച് കേൾക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും കാർലോയെ തന്നെ വിളിക്കും. കാരണം നമ്മുടെ ഒരു അടുത്ത സുഹൃത്തിനെ പോലെ തന്നെയാണ് അദ്ദേഹവും. വാട്സപ്പിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യുന്ന ഒരു സുഹൃത്തിനെ പോലെ, ഒരേ സമപ്രായക്കാരനായ ഒരു സുഹൃത്ത്. അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തെക്കുറിച്ച് കേട്ടപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാമെന്നുള്ളൊരു തിരിച്ചറിവാണ് എനിക്ക് കിട്ടിയത്. അദ്ദേഹം വെബ്സൈറ്റിലൂടെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് സാധ്യമായ ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകളൊക്കെ ഉപയോഗിച്ചിട്ട് ഈശോയെയും ദിവ്യകാരുണ്യത്തെയും ഒക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ചെയ്തത് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. അതിനുശേഷം ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഞാൻ ഓഫീസിലൊരു വർക്ക് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ സ്നേഹത്തോടെ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന ഒരാളെ കുറച്ചുകൂടെ സ്നേഹത്തോടെ ആ വർക്ക് ചെയ്ത് ഒരു പുഞ്ചിരി കൂടെ സമ്മാനിക്കാനൊക്കെ ഒന്നിനെ പ്രചോദിപ്പിച്ചു. അല്ലെങ്കിൽ ഞാനിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ആളോട് ഒന്ന് സംസാരിക്കുകയും പറ്റിയാൽ അദ്ദേഹത്തെ ഒരു സൗഹൃദം സ്ഥാപിക്കാനും അങ്ങനെ ഈശോയൊക്കെ കൊടുക്കാനൊക്കെ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് കിട്ടി. കാർലോ അക്വിറ്റസ് സഭയോട് ചേർന്ന്, സഭാ സംവിധാനങ്ങളോട് ചേർന്ന്, സഭയെ പടുത്തുയർന്നതോടൊപ്പം സഭയിൽ സജീവമായി ജീവിച്ച വ്യക്തിയാണ്. ഈ പങ്കുവെക്കലുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് കാർലോ എല്ലാവരെയും ഇൻസ്പയർ ചെയ്തിരുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും ബോധ്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. ഏത് തരത്തിൽപ്പെട്ട വ്യത്യാസമൊന്നുമില്ല. കാർലോ 15 വയസ്സിൽ മരിച്ചു എന്നുള്ളത് കൊണ്ട് കാർലോ ഒരു ടീനേജറുടെയോ യൂത്തിൻ്റെയോ മാത്രം പ്രചോദകനല്ല. എല്ലാത്തരം വിശ്വാസികൾക്കും വലിയ പ്രചോദനവും മാതൃകയുമാണ് കാർലോ അക്വിറ്റസ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഈ എപ്പിസോഡിലെ പങ്കുവെക്കലുകൾക്ക് 2 ബ്രദേഴ്സിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഏവർക്കും നന്ദി.